നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം കരയുദ്ധത്തിലേക്ക് കടക്കുമെന്ന ആശങ്കകൾക്കിടെ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തുവിട്ട് ഇറാൻ സൈന്യം. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്കയെ നേരിട്ടുള്ള കരയുദ്ധത്തിന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാൻ സൈന്യം വീഡിയോ പുറത്തുവിട്ടത്. ഇറാന്റെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ വിവിധതരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോയിൽ നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും വെല്ലുവിളിക്കുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV വഴിയാണ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളുടെ കരുത്ത് പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. വിവിധതരം അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും ഗറില്ല യുദ്ധമുറകളിലും വിദഗ്ധരായ ഇറാന്റെ കമാൻഡോകൾ യുദ്ധത്തിന് സജ്ജമാണെന്ന് വീഡിയോ വ്യക്തമാക്കുന്നു. അമേരിക്കൻ സൈനികരെ പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്നാണ് ഇറാന്റെ അവകാശവാദം. വീഡിയോ ചിത്രീകരിച്ചത് എന്നാണെന്ന് വ്യക്തമല്ല എങ്കിലും നിലവിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഇത് പുറത്തുവിട്ടത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെയുള്ള മനഃശാസ്ത്രപരമായ യുദ്ധനീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ മേഖലയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണ്. US സൈന്യത്തിലെ പ്രശസ്തമായ 82ാം എയർബോൺ വിഭാഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് സൈനികർ പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചതായാണ് വിവരം. ഇതിനോടകം തന്നെ 2500 US മറീനുകൾ മേഖലയിൽ എത്തിക്കഴിഞ്ഞുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷം മാർച്ച് അവസാനിക്കുമ്പോഴും ശമനമില്ലാതെ തുടരുന്നത് ലോകത്തെ ആകെ ആശങ്കയിലാഴ്ത്തുകയാണ്. വ്യോമാക്രമണങ്ങളിൽ നിന്നും പശ്ചിമേഷ്യൻ പോരാട്ടം ഒരു കരയുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന സൂചനകളാണ് പുതിയ നീക്കങ്ങൾ നൽകുന്നത്. ഇറാന്റെ ഭീഷണി നിലനിൽക്കെ തന്നെ ഇസ്രായേലിന് പിന്തുണയുമായി US സൈന്യം നിലയുറപ്പിക്കുന്നത് സംഘർഷം കൂടുതൽ സങ്കീർണമാക്കും. അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന US രഹസ്യമായി കരയുദ്ധത്തിന് പദ്ധതിയിടുകയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബഫ് കുറ്റപ്പെടുത്തിയിരുന്നു. ആഴ്ചകളോളം നീളുന്ന കരയുദ്ധത്തിനാണ് US തയ്യാറെടുക്കുന്നതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്ന് ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് ഇസ്ലാമാബാദിൽ പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ തുർക്കി ഈജിപ്ത് സൗദി വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ചകൾ നടത്തിയതെന്നാണ് വിവരം. ശുപാർശകൾ US കൈമാറിയതായും റിപ്പോർട്ടുണ്ട്. ഇതിന് സമാന്തരമായി പാക് സേനാ മേധാവി അസീം മുനീർ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി നിരന്തര ആശയവിനിമയത്തിലാണ്. ഹോർമൂസിലെ തടസ്സം നീക്കിയാൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്താനാവുമെന്നാണ് തുർക്കിയുടെ കണക്കുകൂട്ടൽ. ഹോർമൂസ് തുറക്കൽ, ആണവായുധ നിരായുധീകരണം തുടങ്ങിയ വ്യവസ്ഥകളോടെ കഴിഞ്ഞയാഴ്ച US വെച്ച 15-ന് വെടിനിർത്തൽ കരാർ ഇറാൻ തള്ളിയിരുന്നു. ആഗോള വിപണിയിലും എണ്ണവിലയിലും ഈ യുദ്ധ സാഹചര്യം വലിയ ആഘാതമുണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സമാധാന ചർച്ചകൾ എങ്ങും എത്താത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. അതേസമയം ലോകമെമ്പാടും പടരുന്ന യുദ്ധഭീതിക്കും ഇന്ധന പ്രതിസന്ധിക്കുമിടയിൽ ബ്രിട്ടനെ പരസ്യമായി അപമാനിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. ഇറാനെതിരെ യുദ്ധം തങ്ങൾ ജയിച്ചു കഴിഞ്ഞെന്നും ഇനി സ്വന്തം കാര്യം നോക്കാൻ ബ്രിട്ടൻ പഠിക്കണമെന്നുമാണ് ട്രംപിന്റെ കർക്കശമായ നിലപാട്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതോടെ യൂറോപ്പിലേക്കുള്ള ഇന്ധന നീക്കം പൂർണ്ണമായും നിലച്ച മട്ടാണ്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും പോയി സ്വന്തം എണ്ണ കണ്ടെത്താനായിരുന്നു ട്രംപിന്റെ പരിഹാസം. ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങൾ ഇറാന്റെ പതനത്തിനായി തങ്ങളെ സഹായിച്ചില്ലെന്നും അതിനാൽ ഇനി അമേരിക്കയുടെ സഹായം പ്രതീക്ഷിക്കേണ്ടെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി.